ഹലോ, PWD ഓഫീസല്ലേ? അതെ. കണ്ണനുണ്ടോ? ആരാ? ഞാൻ കണ്ണന്റെ മിസ്സിസാ. ഒരു മിനിറ്റ്. കണ്ണാ, തന്റെ ഭാര്യ വിളിക്കുന്നു. ഹലോ, രാധിയാണോ? ഞാനാ കണ്ണൻ. കണ്ണേട്ടാ, അന്ന് കണ്ണേട്ടൻ ഫോൺ വിളിച്ചപ്പോ ആ നാശം പിടിച്ച ഓഫീസർ ഫോൺ തന്നില്ല. അതുകൊണ്ടാ. രാധിക എവിടുന്നാ സംസാരിക്കുന്നത്? ഞാൻ ബാങ്കിൽ നിന്നാ. കണ്ണേട്ടൻ എന്നെ മറന്നോ? രാധിക എവിടുന്നാണെന്ന് പറയൂ, ഞാനിപ്പോ വരാം. അയ്യോ, എങ്ങനെ ഇപ്പൊ എത്തുക? ദൂരെ എത്രയെന്ന് വെച്ചാ? അതൊന്നും സാരമില്ല, സ്ഥലം പറയൂ. നമ്മുടെ അമ്പലത്തിനടുത്ത് കൃത്യം 5 മണിക്ക്. കാണാൻ തിടുക്കായി. എന്താ ഇവിടെ? 5 മണിക്ക് രാധിക ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് വരാന്ന് പറഞ്ഞോ? ഫോൺ ചെയ്തിരുന്നു. 3 മണി മുതല് ഞാനിവിടെ കാത്തിരിക്കുക. എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്നോടങ്ങനെ പറയായിരുന്നില്ലല്ലോ. എന്ത് തടസ്സം ഉണ്ടായാലും മനസ്സുണ്ടെങ്കിൽ വരുമായിരുന്നു. അച്ഛൻ വിചാരിക്കണ പോലെ ഞങ്ങൾ തമ്മിൽ പിണക്കമൊന്നുമില്ല. വഴക്കൂടി പോന്നതല്ലേ. രാധയ്ക്ക് വിഷമം കാണും. വിളിച്ചാൽ വരാതിരുന്നാലോ എന്ന പേടിയാ എനിക്ക്. അച്ഛൻ പറയണം എനിക്കൊരു വിരോധവും ഇല്ലെന്ന്. രാധയെ വരികയാണെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു പോരാമെന്ന്. കണ്ണാ, നിന്നെ ആരോ കബളിപ്പിച്ചാണ്. അവള് നിന്നിൽ നിന്നും വളരെ ദൂരത്ത് പോയിരിക്കുന്നു. ഇനി അടുപ്പിക്കണമെങ്കിൽ അവിടുന്ന് തന്നെ തീരുമാനിക്കണം. കേശു വൈദ്യര് നിന്നോട് വല്ലതും പറഞ്ഞോ? ഇല്ല. ആ, നിന്നോട് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്ന് അങ്ങേർക്ക് തോന്നിയിട്ടുണ്ടാവും. തുളസിക്കൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്. നീ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇലക്ട്രിസിറ്റി ഓഫീസിലെ ലൈൻമാനാത്രേ. അവര് തുളസിയെ കണ്ടിരിക്കുന്നു. ആ, ഒരു കാര്യം അമ്മയോട് പറയാൻ മറന്നു. രാധിക ടെലിഫോൺ ചെയ്തിരുന്നു. ഫോണിൽ പറഞ്ഞ അനുസരിച്ച് ഞാൻ സ്ഥലത്ത് ചെന്നപ്പോ അവിടെ രാധിക ഉണ്ടായില്ല. ചെന്ന് പെട്ടത് അച്ഛന്റെ മുമ്പിൽ. എങ്ങനെ ഉണ്ടാവും? ഈ ഒരു ഒറ്റ വിചാരമുള്ള നിനക്ക് നാണല്ലോ. ടെലിഫോൺ ചെയ്തപ്പോഴേക്കും ഓടിപ്പോയത്രേ. ആണുങ്ങളെ പോലെ പെരുമാറണം. ഒന്നിലെ പോയി കൂട്ടിക്കൊണ്ടുവരണം, അല്ലെങ്കിലേ അവളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് കത്തെഴുതണം. അമ്മ ഇത് നേരത്തെ പറയാത്ത എന്താ? ഞാൻ കത്തെഴുതുമായിരുന്നല്ലോ. ഈ രാധിക വരുന്ന മാത്രമാണ് നിനക്ക് വലിയ കാര്യം. സ്വന്തം അനിയത്തിക്ക് വിവാഹം ആലോചിക്കുന്ന കാര്യം പറയുമ്പോഴാ. അതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? അത് തീരുമാനിച്ചു കഴിഞ്ഞല്ലേ. ഹരി റെഡിയായിട്ട് നിൽക്കുക. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഹരിക്കൊരു ജോലി കിട്ടിയിട്ട് എപ്പം നടക്കാനാ? ഇപ്പൊ വന്നിരിക്കുന്ന ആൾക്ക് ശീതനവും പണ്ടും ഒന്നും വേണ്ടെന്നാ പറയുന്നത്. കണ്ണാ, ഇത് ഉറപ്പിക്കുന്നതാ ബുദ്ധി.